ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. മാമോദീസ വഴിയായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ആ ലഭിച്ച പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ, ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ, ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് എന്നത് നമ്മുടെ പിതാവായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് നിറയുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അവന് മനസ്സിലാക്കുക. അങ്ങനെ ഈശോനാഥൻ നമ്മോട് പറയുക, നിങ്ങൾക്ക് അവിടുത്തെ സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ, അവിടുത്തെ ആരാധിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്ന് നിറയുന്നുണ്ടെങ്കിൽ, ആരാധിക്കണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്ന് നിറയുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള ഒരു അറിവാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഒരു വ്യക്തിക്ക് പള്ളിയിൽ പോകണ്ട, ആരാധിക്കാൻ പോകണ്ട, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണ്ട എന്നുള്ള ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ഈ ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവിനാൽ നിറയാത്ത ഒരു വ്യക്തിയിലേക്ക് ആനന്ദം ചൊരിയപ്പെടുകയില്ല. ഈ വിശ്വാസം, ഈ അറിവ് അത് ചൊരിയപ്പെടുകയില്ല. അതിനാൽ ഇന്നേ ദിവസം പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.